എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈർക്കിളി വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ ബോട്ടിൽ ആർട്ട് എല്ലാവരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് കാണിക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഈർക്കിളി പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക, ഇഷ്ടമാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്യുമെന്നറിയാം, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ഒരു കുപ്പിയും കുറച്ച് ഈർക്കിളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓലയുടെയൊക്കെ ഉണ്ടെങ്കിൽ ഈർക്കിളിയിൽ നിന്ന് അതൊക്കെ കളഞ്ഞിട്ട് ക്ലീനാക്കി എടുക്കുക. എന്നിട്ട് നമുക്കിത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ നോക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുപ്പിയിൽ ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത്തൊക്കെ നോക്കുക കേട്ടോ. നിങ്ങളുടെ കുപ്പീൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എത്ര ലെങ്ത്തിൽ വേണമെന്ന് തീരുമാനിക്കാം, അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളും കൂടെ കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈനിലാണ് ഒട്ടിച്ചത്. ഇനി നമ്മുടെ ആ ഒരു പരിപ്പിൻ്റെ ഷേപ്പിലുള്ള ബീഡ്സില്ലേ, സെമി ബീഡ്സ്, അത് ഞാൻ കുറച്ചിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിൽ പരിപ്പ് കുറച്ചെടുത്തിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അധികമൊന്നും വേണ്ടല്ലോ, കുറച്ച് എണ്ണല്ലേ വേണ്ടൂ. അതിനുശേഷം അതിനേക്കാൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ബോട്ടിലിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ആയി. ഇനി ആ നെക്ക് പോർഷനിലും കൂടെ ചെറിയൊരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഈർക്കിളി വെച്ചിട്ട് തന്നെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഒട്ടിച്ചത്, കണ്ടില്ലേ. അപ്പോൾ ഒരു ത്രെഡൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കളറില്ലാത്ത ബോട്ടിൽ ആർട്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ഇതിന് ഒരു ബ്ലാക്ക് കളർ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കുക. അപ്പോൾ ഇതേ ബ്ലാക്ക് കളർ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെയാണ് കുപ്പി ഉണ്ടാവുക. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല എൻ്റെ കളറിങ്. എന്തായാലും തൽക്കാലം ഇങ്ങനെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി നമ്മുടെ ആ ഒരു മെറ്റാലിക് ഗോൾഡ് കളർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും. അപ്പോൾ അതൊന്ന് ചെയ്യാം. അപ്പോൾ കൈ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ആ ഒരു ടോപ്പിൽ നമുക്ക് ത്രെഡ് ചുറ്റുന്നതിന് പകരം ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യുകയാണേ, കണ്ടില്ലേ. അപ്പോൾ അതും കൂടെ തീർക്കട്ടെ, കണ്ടില്ലേ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഈർക്കിളി കൊണ്ടുള്ള ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോട്ടിലിന് സ്പ്രേ പെയിൻ്റാണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഒരു ഗ്ലേസിങ് ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് കൊടുത്തിട്ട് വാർണിഷ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഐഡിയ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായാൽ എന്നും പറയുന്ന പോലെ ഇതിനൊരു ലൈക്ക് തരണേ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കണം. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ കണ്ടു നോക്കണം കേട്ടോ, അത് മറക്കരുതേ. പിന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ. ഇനിയപ്പോൾ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നാളെ ഇതുപോലെ ഉച്ചതിരിഞ്ഞ് വരാം കേട്ടോ. എല്ലാവർക്കും നന്ദി. താങ്ക് യു.